ഹലോ, വെൽക്കം ടു ചിക്കു ജോർലീസ് യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. എങ്ങോട്ടാ? ഊട്ടി. ഇത് എത്ര പ്രാവശ്യമാണ്? 6th ടൈമാണ് നമ്മുടെ. അപ്പോൾ ഞങ്ങൾ 6 മണിയുടെ കുർബാനയ്ക്ക് ആദ്യം അരുണാട്ടുള്ള പള്ളി വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഡയറക്റ്റ് ഊട്ടിയിലേക്ക് പോവാം. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ എവിടെയാണ്? ഓൺ ദ വേ കഴിക്കും. കഴിക്കും. എത്ര ഡേയ്സ് ഉണ്ട് നമ്മളവിടെ? 3 days. അപ്പോൾ come on. പപ്പ എക്സൈറ്റഡ് ആണോ ട്രിപ്പ് പോവാൻ? അമ്മ ഞാൻ ചോദിച്ചിട്ടില്ല. അമ്മ what are you eating? അന്നെന്താ കഴിക്കണേ? ഓക്കെ. ജോർലി സെബാസ്റ്റ്യൻ എന്ത്? ഇഡ്ഡലി. ഓക്കെ. അമ്മാമ്മ ഇഡ്ഡലി. ഓക്കെ. അമ്മൂടെ വന്നിട്ടില്ല, ചിപ്പിയുടെ വന്നിട്ടില്ല, എൻ്റെ വന്നിട്ടില്ല. ഓക്കെ. ദേ പപ്പ. മമ്മ എവിടെയാ? അമ്മ എവിടെ? ആ ദേ മമ്മ ഇരിക്കണു. ഹേ പപ്പ. ദേ വെറുതെ വീണ്ടും ഇരിക്കോ. ഗൈസ്, നമ്മൾ ഊട്ടി എത്തി. അമ്മ എന്ത് തോന്നുന്നു ഊട്ടി എത്തിയിട്ട്? സൂപ്പർ. അന്നക്കുട്ടിക്ക് എന്താ തോന്നണേ? സൂപ്പർ. ഗൈസ്, ഞങ്ങൾ ഊട്ടിയിലെത്തി. നല്ല തണുപ്പ്. ഭയങ്കര നമ്മൾ നോക്കിയില്ല എത്ര ഡിഗ്രിയാണ്. 18. ഞങ്ങളൊരു ആഫ്റ്റർനൂൺ ആയപ്പോൾ എത്തിയില്ല. ഒരു 2 o'clock ഒക്കെ ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. പിന്നെ അതാണ് ഭയങ്കര ടയേർഡായി. ഹാപ്പിനൊക്കെ കയറിയപ്പോൾ അതിന് തിരിഞ്ഞ് കയറില്ല. അതൊക്കെ ആയപ്പോൾ തന്നെ തലവേന അതൊക്കെ ആയപ്പോൾ പിന്നെ ഡയറക്റ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. ലൈക്ക് ഞങ്ങളിപ്പോൾ സ്റ്റേ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യണം. ഞങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടാവും. കാണിച്ചു തരാൻ പറ്റുന്നത് ഈ ട്രീ ഓർമ്മയുണ്ടാവും. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ട്രീയുടെ അടുത്ത്. അങ്ങനെ സോ ഭയങ്കര ടയേർഡായി കാരണമുണ്ട്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഇളനീര് അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കണമെന്നൊന്നും തോന്നുന്നില്ല. പിന്നെ ഉറക്കത്തിന് എൻജോയ് വന്നപ്പോൾ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു 4 o'clock ആയപ്പോൾ ഞങ്ങളൊരു സ്നാക്സ് ഒക്കെ വേണ്ടി ചായ പിന്നെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ ആവശ്യത്തെ ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇനി കുറച്ച് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ തന്നെ. കാരണം ഇപ്പോൾ സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ചിലപ്പോൾ മഴയുടെയും ഒരു ഇതുണ്ട്. ബ്ലാക്ക് ക്ലൗഡ്സ് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ കാലത്തായിരിക്കും പിന്നെ നമ്മുടെ നെക്സ്റ്റ് പുറത്ത് പോകാൻ. ഗൈസ്, ഞങ്ങൾ താമസിക്കുന്ന റൂം കാണിച്ചു തരാം. എന്താണ് അടുത്ത പ്ലാൻ? ഫുഡ് കഴിക്കാൻ എപ്പോഴും ഇറങ്ങുക? ഐസ്ക്രീം കഴിക്കാൻ ഇല്ല. ഡിന്നർ നാളെ അമ്മൂടെ ബർത്ത്ഡേ ആണ്. കേക്ക് ഇവിടെ ഉണ്ടോ? ഊട്ടിയിൽ വന്നിട്ട് ഒരിക്കലും കേക്ക് വാങ്ങിച്ചിട്ടില്ല. കേക്ക് കണ്ടിട്ടില്ല. കണ്ടു. അതെ, നാളെ കേക്ക് കഴിക്കും. ഫുഡ് കഴിക്കാൻ പോവാ. ഏതൊരാള് ഞങ്ങളെ വിളിക്കണു. അമ്മ ഇപ്പൊ ഇടിക്കോ? ഇപ്പൊ ഇടിച്ചേനെ.
ഓക്കെ, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഇവിടുത്തെ എല്ലാ വഴികളും അറിയാം. ലൈക്ക് കാണാപ്പാടം, ഓ ഗോഡ്, ഇവിടെ കുറേ പ്രാവശ്യമായി വരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഈ സെയിം സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ എടുത്തത്. ഈ സെയിം സ്ഥലത്തായിരുന്നു. സോ ഈ സെയിം വഴി എല്ലാതും അറിയാം. അപ്പോൾ ഏത് ഹോട്ടലിലാണ് പോകണേ, എന്താ കഴിക്കാൻ പോകണം ഒക്കെ അറിയാം. കഴിക്കാൻ എന്താ പോകണമെന്ന് അറിയില്ല, ബട്ട് ദെൻ ഹോട്ടലിൻ്റെ വഴികളൊക്കെ അറിയാം. ഗൈസ്, ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഹോട്ടലിലെത്തി. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ലൈക്ക് തണുപ്പ് കാരണം കൊണ്ട് മുഖമൊക്കെ ഭയങ്കരമായിട്ട് മാറി. തണുപ്പ് കാരണം കൊണ്ട് ഫുഡ് കഴിക്കാൻ വന്ന ഞങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഫോട്ടോ സെഷനാണ്. ഓ ഫുഡ് വന്നു. ഞാനിപ്പോൾ തന്നെ ഡിന്നറൊക്കെ കഴിച്ചു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നാളെ അമ്മൂടെ ബർത്ത്ഡേ. ഇതാണ് ബർത്ത്ഡേ. സോ നാളെ അമ്മൂടെ ബർത്ത്ഡേ കാരണം കൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. ലൈക്ക് കേക്ക് വാങ്ങിക്കണം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കണം. സോ അതിന് വേണ്ടി ഞങ്ങളൊരു കടയിൽ കയറിയാക്കണം. അങ്ങനെ പ്രത്യേകിച്ച് അത്ര തണുപ്പില്ല ഇവിടെ. സാധാരണ എനിക്കറിയില്ല, ഞാൻ ടെമ്പറേച്ചർ നോക്കിയിട്ടില്ല. ഭയങ്കര തണുപ്പ്, നമുക്ക് നിൽക്കാൻ പറ്റില്ല, വായനൊക്കെ പുക വരും. അപ്പം ദെൻ തണുപ്പ് കാരണമുണ്ട്. ഇപ്രാവശ്യം അധികം അത്ര തണുപ്പൊന്നും ഇല്ല, നോർമലാണ്. തണുപ്പുണ്ടെന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, ബട്ട് ദെൻ അത്രയും തണുപ്പില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് നടക്കും. അമ്മയ്ക്ക് തണുക്കുണ്ടോ? ചിപ്പി വായ് അണ്ടിപ്പോയി അണ്ണാൻ. ചിപ്പിക്ക് എന്തോ പറ്റി. എന്താ ചിപ്പി പറ്റിയ? പറയൂ ചിപ്പി. ചിപ്പി പറയുന്നില്ല ഗൈസ്. അമ്മ, വാട്ട് ഡു യു തിങ്ക് ചിപ്പിക്ക് പറ്റിയിട്ടുണ്ടാവും? ചിപ്പിക്ക് വിഷമം. വൈര് പറയാൻ പറ്റില്ല, കാര്യം പറയാൻ. അന്നു വൈ കാര്യം പറയൂ. പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ ചിപ്പി? ഇറ്റ്സ് ഓക്കെ, നാളെ ചിപ്പിയുടെ മൂഡ് ഓക്കെ ആവും അല്ലേ? ചിപ്പി ചിരിച്ച ചിപ്പി. ഞാൻ പറയായിരുന്നു തണുപ്പ് ആക്ച്വലി കുറവായിരുന്നു അല്ലേ? ഇപ്പൊ കുറവല്ലേ? അല്ലെങ്കിൽ സാധാരണ ലൈക്ക് നല്ല തണുപ്പ് ഉണ്ടാവാറുണ്ട് ഈ ഒരു സമയത്ത്. രാത്രി കൂടും. രാത്രി കൂടാൻ ചാൻസ്. ഊട്ടീനെ ഗൈസ്, ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ പുറത്ത് വന്നു. ഇന്നത്തെ ഡേ ആക്ച്വലി നല്ലതായിരുന്നു. ഇന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഒരു സ്ഥലത്തും പോയില്ല. ഇനി നാളെ റോസ് ഗാർഡൻ, അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനത്തെ സ്ഥലത്ത് പോകണം. എന്തെങ്കിലും പുതിയതല്ലേ, ഇവിടെയൊക്കെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഊട്ടിയിൽ ഈ സ്ഥലത്തൊക്കെ പോകുന്നതൊക്കെ മസ്റ്റാണ്. സോ ജസ്റ്റ് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ ഈ സ്ഥലത്തൊക്കെ പോവാം നാളെ. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇൻറ്റു ഡ്രസ്സൊക്കെ മാറി എല്ലാവരും റെഡിയായി. പപ്പ മമ്മേനൊന്നും കണ്ടിട്ടില്ല, അവർ വേറെ റൂമിലാണ്, മുകളിലാണ്. അങ്ങനെ ഇന്നലെ രാത്രിയായപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെന്താ അങ്ങനെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ. ഇന്ന് ഒരു വലിയൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഇന്ന് അമ്മുകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഓ ഹാപ്പി ബർത്ത്ഡേ അമ്മു. അനുക്കുട്ടി. അമ്മ ആൻസർ. നമ്മ ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. അമ്മ ഭംഗിയില്ല ഗൈസ്, കമന്റ് ചെയ്യോ? ഓക്കെ. ഹായ് പാപ്പ. ഹലോ. ചിപ്പി റെഡിയായി? ഫുഡ് കഴിക്കാനല്ലേ പോണേ? മെയിൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് നമ്മുടെ ഉച്ചവരെയുള്ള സമയം.
ഗൈസ് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. എന്ത് തോന്നുന്നു ബൊട്ടാനിക്കൽ ഗാർഡൻ സൂപ്പർ. എനിക്കൊരു പ്രത്യേകിച്ചൊന്നും ഇല്ല കാണാനായിട്ട്. ഇവിടെ വന്നു അതിൻ്റെ ഒരു ഭംഗി. 2-3 സ്ഥലത്ത് പോണം. ആ എന്തെല്ലാം അവിടെ ആ ഫ്ലവേഴ്സ് കഴിഞ്ഞ വർഷമല്ലേ വന്ന ഈ സെയിം മാസം. കഴിഞ്ഞ വർഷം ഈ മാസം കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്തോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു കോൺസേർട്ട് പോലെ, ചെറിയൊരു കോൺസേർട്ട്. ലൈക്ക് ഏതോ എനിക്കറിയില്ല, സിംഗേഴ്സൊക്കെ വന്നിട്ട് ലൈക്ക് ഇവിടെ പാട്ടൊക്കെ പാടുണ്ടായിരുന്നു. അന്ന് ഇവിടെ കുറേ ഇങ്ങനെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു മഴ പെയ്തു. ലിറ്ററലി നനഞ്ഞു കുളിച്ച് ഞങ്ങളതിൽ. ചെറിയൊരു മഴയൊന്നും ആയിരുന്നില്ല, അതല്ല പൊളി മഴയായിരുന്നു. രസമായിരുന്നു. പക്ഷെ പപ്പ എവിടെ പോയി? പപ്പ വേഗം ക്യാമറമാൻ പറയാ ഫോട്ടോ എടുക്കണമെന്ന്. നമുക്ക് എന്തോറോ ഫോട്ടോസ് ഇതിൻ്റെ ഉള്ളിൽ. സത്യമായിട്ടല്ലേ? ലൈക്ക് ഇപ്രാവശ്യത്തെ ഊട്ടി ഈസ് ലൈക്ക് എല്ലാം അറിയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്ന് എല്ലാതും നോക്കി ആസ്വദിച്ച്. അതെ, ഇപ്രാവശ്യവും ഫോട്ടോ. ചില ഞാനും നിൽക്കട്ടെ പോയിട്ട്. സിൽവർ ഡസ്റ്റ്. കുറേ ഫോട്ടോസ് കിട്ടിയല്ലേ? നമുക്ക് റീൽ ഷൂട്ട് ചെയ്യണ്ട. റീൽ ഷൂട്ട് ചെയ്യാൻ കുറേ ആൾക്കാരില്ലാത്തൊരു സ്ഥലവും അതുപോലെ തന്നെ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലം വേണം. ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, നോക്കാം. നല്ല മണം. അമ്മ ഷൂട്ട് ചെയ്യണ്ടേ? ഇന്നലെ ഞാനും അമ്മ കൂടി പ്രാക്ടീസ് ചെയ്തു രാത്രി ഇരുന്നിട്ട് ഫുള്ള്. ഇന്ന് കളിക്കണം, ഇന്ന് ഷൂട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ആ ഗാർഡൻ ഭാഗത്ത് പോകുമ്പോൾ അവിടെ കുറച്ചുകൂടി സ്പേഷ്യസും ആണ്. ഇതുണ്ടാവും. ഞാൻ ആക്ച്വലി വിചാരിച്ചു ലൈക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്നിട്ട് നമുക്ക് റീല് ഷൂട്ട് ചെയ്യാൻ പറ്റും. അമ്മയുടെ കൂടെ ഉള്ളൊരു റീലാണ്. അപ്പം അത് പറ്റിയില്ല. അതൊക്കെ ഇത്രയും സ്ഥലം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചാക്കാം. ലൈക്ക് ആർക്കും അവിടെ എൻട്രി ഇല്ല. ആൻഡ് ഇവിടെയാണെങ്കിൽ ഞാൻ മൊത്തം ആൾക്കാർ. ഇവിടെ അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ വേറെ ഏതെങ്കിലും സ്പോട്ട് നോക്കണം ഷൂട്ട് ചെയ്യാനായിട്ട്. അല്ല അമ്മ, ഇവിടെ കളിക്കാൻ പറ്റും ആൾക്കാരുടെ മുമ്പിൽ? പറ്റില്ല ഗൈസ്, പറ്റില്ല. ചൂട്ടിലിന് ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ നേരെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കും. എപ്പോ? ഏതില്? ഈ ഇന്ത്യയുടെ സ്ഥാനത്തിലാ ആ ഫോട്ടോ ഉണ്ടാ? ഞാൻ എടുത്തിട്ട് ഞാൻ NSSന്റെ ഇത് നടക്കുന്നുണ്ട്. പപ്പ എവിടെ? എവിടെ? ആ ഇതാ. അവരെല്ലാരും ഇവിടെയായിരുന്നു പോസ്റ്റ് ചെയ്ത് നിന്ന്. പപ്പ അത് ഏത് വർഷമായിരുന്നു? കഥ എങ്ങനെ അറിയോ? ഈ മെയില് ഫീമെയിലിനെ ഭംഗിയാക്കാൻ നോക്കും. അപ്പോൾ ഫീമെയിലിന് കൺമഷി എഴുതാനായിട്ട് ഈ മെയിൽ പക്ഷി എവിടെയോ പോയിട്ട് കൺമഷി വാങ്ങിച്ചു കൊണ്ടുവരേണ്ടോ അതിൻ്റെ മെയ്ത്ത് കറുപ്പ് നിറമാക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആ ഫീമെയിലിന് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് കാരണം എന്താണ് മെയിലിൻ്റെ മേത്ത് നിറച്ച് ബ്ലാക്ക് നിറം അതൊന്നും എനിക്കറിയില്ല. കഥകളൊക്കെ ചെറുപ്പം കാക്കയോ വന്നു നിനക്ക് വേണ്ടി.
ഇഷ്ടപ്പെട്ട കാക്കയും കറുപ്പ് നിറൊക്കെ ഉണ്ട്. കാക്ക ആക്ച്വലി വെളുത്തതായിരുന്നേ. ആ ടീം കാക്ക പോയി കൺവെൻഷൻ തേച്ചിട്ട് എനിക്ക് ചക്ലിയുടെ അങ്ങനെയാണ് അതിന്റെ സത്യം. എന്തോരം തള്ള. ഐസ്ക്രീം കഴിക്കാമോ? ഐസ്ക്രീം എവിടെയാ? ഐസ്ക്രീം വാങ്ങിക്കുമ്പോ ഐസ്ക്രീം വാങ്ങിക്കാം. അമ്മ ഏതെടുത്ത്? അന്നു ഏതാ? ചിപ്പി? ഞാൻ ബട്ടർസ്കോച്ച്. പപ്പ ഏതാ? അമ്മ ചോക്ലേറ്റ്. അമ്മ ചോക്ലേറ്റ് ആളാ. അമ്മ പണ്ടേ ചോക്ലേറ്റ് അമ്മയ്ക്ക് താല്പര്യം. ആ നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് കീറിക്കൊണ്ടിരിക്കുകയാണ്. മടുത്തമ്മ. ഞാൻ പണ്ടത്തെ ഞാൻ നന്നായി മടുത്താണ്. മടുപ്പ് കുറവുണ്ട്. വായടിച്ച് വെക്കണം. ഞാൻ വായിക്കൂടെ ശ്വസിക്കണേ. ആ അവർക്കൊരു നല്ലൊരു സ്പോട്ട് കിട്ടി. മഴ പെയ്യാ. അമ്മ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എങ്ങനെയാ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഇറങ്ങിയത്? മഴ നേരത്തെ പറഞ്ഞല്ലോ. അത് 1 o'clock ആകുമ്പോഴേക്കും മഴ തുടങ്ങി. ഉച്ചയ്ക്ക് 1 o'clock ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മഴ. കഴിഞ്ഞ പ്രാവശ്യം ഈവനിങ് ആയിരുന്നു ആ പാട്ടൊക്കെ കേട്ടത്. ഉച്ചയാകുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാ ഞങ്ങൾ. മഴ കഴിഞ്ഞു ഗൈസ്. മഴ നിന്നു. സോ ഞങ്ങൾ തിരിച്ച് പോവാ. അമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ ട്രീ ട്രീഡായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. ആക്ച്വലി ഇതിൽ കയറാൻ പറ്റില്ല. ഇവിടെ മൊത്തം ഒരു ബ്ലോക്ക് ചെയ്തിട്ടാക്കാം. അതായിരുന്നു അമ്മ പറഞ്ഞ എന്തോ 500 rupees ഫൈൻ ഉണ്ടെന്ന്. അമ്മ അങ്ങനെ ബോട്ടാനിക്കൽ ഗാർഡനോട് ബൈ ബൈ പറയൂ. അമ്മു പറയൂ ബൈ ബൈ. പപ്പ അടുത്ത സമ്മർ. യെസ്, അടുത്ത വർഷം ഈ സെയിം സമയം. ആ എല്ലാ പോട്ടെ അമ്മോട് ഇവിടെ. ഏപ്രിൽ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ആകും. ഇനി അവിടുത്തെ മണക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാല് വെച്ചാ പിന്നെ കാല് തിരിച്ചു വെക്കുന്നതിന് 100 രൂപ ചാർജ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് കാലേച്ചാലോ? 1 2 3 കാലേച്ചോ.